ഗുഡ് മോർണിംഗ്. ഇതെന്താ? ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് August 18th. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ? നാലാമത്തെ. അങ്ങനത്തെ വല്ല ബോധമുണ്ടോ? ഞങ്ങൾ 2021 August 18 കല്യാണം കഴിച്ചത്. 4 കൊല്ലായി. എത്ര കൊല്ലായില്ലേ നമ്മൾ നടക്കണത്? അപ്പൊ ഇന്ന് ഞങ്ങള് ട്രിവാൻഡ്രത്തിലേക്ക് പോവാണ്. ട്രിവാൻഡ്രത്തിലേക്ക് പോവാണ്. അപ്പോ 20th നമ്മുടെ ആര്യ സിബിൻ കല്യാണാണ്. അതിന് മുന്നേ ഇന്നാളെ, അതായത് 19th സംഗീത പരിപാടി ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പോവില്ല. കാരണം ഇന്ന് നമ്മള് കൊച്ചി പോയിട്ട് ആലപ്പുഴയിൽ നിന്നിട്ട് നാളെ രാവിലെ സിജോ ലിനുവിനെയും കൂടി കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാവും ട്രിവാൻഡ്രത്തേക്ക് പോവാ. അപ്പൊ കല്യാണം പൂവാർ ഐലൻഡിൽ വെച്ചിട്ടാണ്. പിന്നെ വേറെ രസം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വീഡിയോയില് സിബിന്റെ ആര്യന്റെ കല്യാണത്തിന്റെ ഒരു സാധനം പോലും ഇടില്ല. കാരണം ഈ വീഡിയോ ഞങ്ങളുടെ യാത്ര വീഡിയോ മാത്രമേ ഉള്ളൂ. കാരണം ആ കല്യാണം എന്താ എക്സ്ക്ലൂസീവ്ലി ഫോർ ഓൺലി 100 പീപ്പിൾ അത്രേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടീംസ്, അവർ മാത്രമേ അത് പോസ്റ്റ് ചെയ്യുള്ളൂ. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അവരുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല എന്തായാലും വ്ളോഗില്. വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. അവർ പോസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നും എടുക്കരുത്. വ്ളോഗ് എടുക്കണില്ല, കുറച്ച് ക്ലിപ്സ് എടുത്തൂടെ? അവര് കല്യാണത്തിന് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിത് അപ്പൊ ഇതിക്ക് വേഗം ഇടണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഇത് വേഗം ഇടുന്നോണ്ട് അത് എനിക്ക് ഇടാനും പറ്റില്ല. അപ്പൊ ആ ക്ലിപ്സ് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇടാം. എടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഇടാം, അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോയില് കല്യാണ പരിപാടികളൊന്നും ഇടില്ല. ഞങ്ങൾ ഡ്രസ്സും കോസ്റ്റ്യൂമും കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ യാത്രയൊക്കെ ഇതിൽ ഇടാം, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളെന്താ 3 ദിവസത്തേക്കാണ് ഒരു ട്രിപ്പ് പോവാണ്. 18th, 19th, 20 രാത്രി ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെ നമ്മുടെ തൃശ്ശൂർ ഭയങ്കര ട്രാഫിക്കാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ രാവിലെ ഒരു 11 മണി ആയപ്പോഴാണ് 10:45 ഇറങ്ങിയിട്ടുണ്ട്. 10:45 18-ാം തീയതി. ഇത് ഞാൻ എന്താ പോസ്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ 18 August എന്ന് പറയാണ്. അപ്പോ കൊച്ചിയിൽ ഞാന് ഒരു കണ്ണട വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. റേബന്റെ മറ്റേ മെറ്റാളാസ് അത് വാങ്ങും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ മറ്റേ ആലപ്പുഴ പോകും, ഗബ്രീനെടുക്കും. എറണാകുളത്ത് നിന്ന് ഗബ്രി ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പൊ ഞങ്ങള് ആരൊക്കെ വിളിച്ച് ഞാന് സായി, പ്രഭി ഗബ്രി, ഞങ്ങൾ 4 പേരും കൂടിയാണ് കൊച്ചി ടു ട്രിവാൻഡ്രം പോണത്. ഞങ്ങൾ 3 പേരും കൊച്ചി വരെ, ബാക്കി ട്രിവാൻഡ്രത്തേക്ക് ഗബ്രി ആലപ്പുഴ പോകും. സോറി, ഇന്ന് ആലപ്പുഴ. സിജോ ലിനു നാളെ അവർ കയറും. പിന്നെ ആകെ സിബിൻ വിളിച്ചത് എനിക്ക് തോന്നുന്നത്. പിന്നെ അഭിഷേക്, നന്ദനാസി, അപ്സര, റസ്മിൻ, നോറ, ഇവരത്രേ ഉള്ളൂ. ബാക്കി നന്നായി. രാവിലെ അപ്പൊ ഞങ്ങള് 10:45 കഴിഞ്ഞ് 11 മണി ഫുഡ് കഴിച്ചില്ല. ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് എന്റെ മുഖം എന്തെങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ പരിപാടിക്ക് പോട്ടെ, ഫുഡ് കഴിക്കട്ടെ. ഇനി നമ്മുടെ യാത്ര ഫണ്ട് സാധനങ്ങളൊക്കെ നമ്മളിതിൽ കാണിക്കും. കല്യാണ പരിപാടികൾ ഉറങ്ങൊന്നുമില്ല. അപ്പൊ ഇതെന്റെ പുത്തൻ റേബൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ പുത്തൻ ടീഷർട്ടാണ്. ബാൽമിൻ പാരീസ്. ഞങ്ങള് ദുബായിന്ന് ഞങ്ങള് ഇത് ഒറിജിനൽ സാധനമാണ്. ദുബായ് ഔട്ട്ലെറ്റ് മാളിന്ന് ബ്രാൻഡഡ് ബാൽമിൻ പാരീസ്. പിന്നെ തൃശ്ശൂർ അപ്പൊ ദുബായിന്ന് വാങ്ങിയതാണ് എന്റെ ഈ ഡ്രസ്സ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. എനിക്ക് എഴുത്തൊക്കെ ഉണ്ട്, കുറച്ച് ഓവർ ഷോ ആണ് തോന്നുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാനത് പിന്നെ എന്നെ നിർബന്ധിച്ചപ്പോ പിന്നെ ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോ അത്രേ ഉള്ളൂ. നമ്മളിനി യാത്ര പോട്ടെ. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര. നോർമൽ യാത്രയിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. എന്തായാലും ഞങ്ങളൊന്ന് ജസ്റ്റ് ചെറിയ കുറച്ച് വ്ളോഗ്സും ചെറിയ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞങ്ങൾ എന്തായാലും എടുക്കട്ടെ. അപ്പൊ ശരി. ഞങ്ങളങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചക്ക് 12 മണിക്കാണ്. സ്നേഹിക്ക് 12 മണിക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കണമെന്നാണ് താല്പര്യം. അപ്പോൾ രാവിലെ സ്നേഹ ഉച്ചക്ക് ചോറ് കഴിക്കുന്ന സമയത്താണ് കടലക്കറിയും ദോശയും കഴിക്കും. ഉച്ചക്കത്തെ കഴിക്കുന്നതല്ലേ ഇപ്പൊ അത്? അപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലെത്തി. സമയം 5:30 അപ്പൊ നമ്മള് ഗബ്രീന്റെ ഫ്ലാറ്റിലേക്ക് വന്നാണ് ഗബ്രീനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഗബ്രീനെ എടുത്തിട്ട് നമ്മൾ നേരെ ആലപ്പുഴ.
നമ്മളൊരു കണ്ണട മേടിക്കാൻ വരുന്നതാണ്. ഞാൻ വ്ളോഗ് എടുക്കണ്ടേ? വ്ളോഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് മേടിക്കാൻ വന്നതാണ് നോക്കാൻ വേണ്ടിയിട്ട്. മെറ്റേൻ്റെ പ്രവി എന്തെങ്കിലും പറയണ്ടോ? അപ്പോൾ നമ്മൾ മെറ്റ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. സോഷ്യൽ പബ്ബായിട്ട് വരും. ചായ കുടിക്കട്ടെ. ആനിവേഴ്സറിക്ക് എന്താ തരാനുള്ള ഗിഫ്റ്റ് ഒന്നുമില്ല. എന്താ പറയാനുള്ളത്? ചായ കുടിക്കാൻ. ഹലോ, ഇനി ഞാൻ എടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയിട്ടാ. ലിനു സിജോ അപ്പുറത്തുണ്ട്. ശരിയല്ല, ലിനു പഠിച്ചു വന്നിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കൂടി വെറുതെ കണ്ടപ്പോ ആലപ്പുഴയിൽ കുറെ കളക്ഷൻ ഉണ്ടെന്ന് ഒരു ശ്രുതി കേട്ടു. അപ്പൊ ഇവിടെ വന്നതാണ്. എങ്ങ ഇവിടെ ഇപ്പൊ എന്താ നടന്നത്? ഫുള്ള് പടക്കം പൊട്ടി. ഞാനിപ്പോ ജസ്റ്റ് ഒരു മാല കണ്ടപ്പെട്ട് നോക്കിയാണ്. അപ്പോൾ നമ്മുടെ ലിനു സിജോക്ക് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. അത് നമ്മുടെ ഫുഡ് കഴിക്കണേ. ലിനു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇതാണ് സ്ഥലം, MKS റെസിഡൻസി. അപ്പോൾ ഞാൻ സായി, ഗബ്രി, പ്രബിയാണുള്ളത്. സിജോ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. സിജോയും ലിനു ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെന്തോ പർച്ചേസിന് എന്തോ പോയതാണ്, രാത്രി പർച്ചേസിന്. അപ്പോൾ ഞങ്ങളെന്തായാലും പോയിട്ട് ഇനി പോയി ഉറങ്ങട്ടെ. അതിന് മുന്നേ അതാ സിജോ ലിനു ഉണ്ട് ഇവിടെ. അപ്പോൾ അതാ ലിനു സിജോ ഇവിടെ ഉണ്ട്. ഗിഫ്റ്റ് തരാനാണ്. ഇവിടേക്ക് ലിനു ഇങ്ങോട്ട് വാ. പോയി എല്ലാം പോയി. ഇവിടെ ഇരിക്കുന്നു. ഈ സംഭവം സായിക്ക് കഞ്ചാവ് കച്ചവടം. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യണത്. പൊടിപാറോടെ കാശ് കൊടുത്താ ഒന്ന് സാമ്പിളൊക്കെ കൊടുത്തേ. കയ്യിൽ ഇങ്ങനെ ഒടിച്ചിട്ട് മറ്റേത് ഇങ്ങനെ ഇറങ്ങി ചാടി. അപ്പോൾ നമ്മൾ അന്ന് വന്ന ഹോട്ടൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പുറത്ത് നല്ല സ്മെല്ലേ? ഞാൻ കണ്ടു. പാളിപ്പോയോ? ചെറിയൊരു വാളല്ലേ? എന്ത് വേണ്ടാത്തൊന്നും പറയല്ലോ.
നശിച്ച ദിവസത്തിനെ കുറിച്ച് പിന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്തിന്? ഫോൺ വരുന്നുണ്ട്. ഇതൊരു ചെറിയ വിഷയമുണ്ട് നമുക്ക്. ഇത് കത്തിക്കാനായിട്ടുള്ള ലൈറ്റർ നമ്മുടെ അടുത്തില്ല. പ്രവി അത് പുറത്തേക്ക് എടുക്ക്. ലൈറ്റർ ഇല്ല നമുക്ക്. ലൈറ്റർ ഇല്ലാത്തത് ഇല്ലാത്ത പോലെ. ഇതെന്താ സ്പൈഡർമാനോ? അത് സായിയുടെ വലയിൽ സ്നേഹം കുരുങ്ങി എന്നുള്ളതിന്റെ പ്രപ്പോസ് ചെയ്തത്. അതൊക്കെ ഒരു കാലം. ആവട്ടെ. ഓക്കെ. എത്രാമത്തെ ആനിവേഴ്സറിയാ? 4th ആനിവേഴ്സറി. കഴിഞ്ഞ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഒരുമിച്ച് 2 കയ്യില് പിടിക്ക്. ഞാൻ മുറിച്ചു ഓൾറെഡി ഞാൻ മുറിച്ചു. കൊടുക്കങ്ങോട്. ഒറ്റയ്ക്ക് കഴിക്കും. വായരും തിരിച്ചു കൊടുക്ക്. ഫുള്ളാണോ? കൊടുത്തോ നീ സൂത് കേട്ടാ. പിന്നെന്താ തിരിച്ചു കൊടുക്ക്. കൊടുത്തു. ഹാപ്പി ആനിവേഴ്സറി. പെട്ടെന്ന് വർഷങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. അവൻ രക്ഷപ്പെടുത്തവൻ. നമ്മളിതിലില്ല. കണ്ടാ മതി. ഞാനും കേക്ക് അങ്ങനെ കഴിക്കിട്ടോ. ഞങ്ങൾ അവിടെ കൂക്കേന്ന് എണീറ്റ് പോയില്ലേ? കേക്ക് വാങ്ങിക്കാൻ പോയത് ആക്ച്വലി ഫാമിലി വ്ളോഗർ സ്നേഹ. ഫാമിലി ഓവറിന് ശക്തമായിട്ട് നിയന്ത്രിക്ക്. ഞാൻ എതിർക്കില്ല. അതെന്താ? മുണങ്ങ് കാശല്ലേ കിട്ടണേ? അതെ. സ്നേഹയുടെ യൂട്യൂബ് റോയിന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണ്. സ്നേഹന്റെ യൂട്യൂബ് റോയിന് ഞാൻ റിവ്യൂ ചെയ്യാം. കഴിഞ്ഞ മാസം 8000. അത് കഴിഞ്ഞിട്ടുള്ള മാസം 800 രൂപ. ഒരു മാസം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ബോട്ടിലാണ് യാത്ര. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ട്രിവാൻഡ്രം സ്പെഷ്യൽ ആൾക്കാരാണ്. അയ്യോ. അപ്പൊ നമ്മള് റിസോർട്ടിലേക്ക് പോണേ. സോറി. നമ്മള് റിസോർട്ടിലേക്ക് പോവാണ്. സാരി ഇട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് വളരെ ഡെസ്പാണ്. നല്ല അടിപൊളി വൈബ് വ്യൂ. താങ്ക് യു. എന്റെ ബലമായി സംസാരിച്ച് വീടിന്റെ തോന്നുന്നു. ബിഗ് ബോസിന്റെ മോൺസ്റ്റർ അവിടെ നിന്ന് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ഏയ് മോൺസ്റ്റർ. കുഞ്ഞിനെ താലോലിക്കുന്ന ഗബ്രി.
അപ്പൊ നമ്മളെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതാ നമ്മുടെ അനീക്ക മേക്ക് ഓവറിന്റെ അനീക്ക. ട്രിവാൻഡ്രം ബേസ്ഡ് ലീനു മേക്കപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട് ഒരു സിസ്റ്റർ. ഇത് നമ്മുടെ നിമിഷ ഹെയർ ആൻഡ് സാരി കഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ നാളെ ആര്യന്റെ സിബിന്റെ കല്യാണത്തിന് നമ്മളിപ്പോ 7:45 റെഡി ചെയ്ത് 7:45 ശരിക്കും പറഞ്ഞ പ്രോഗ്രാം 7 മണിക്കാണ്. അതെ, അപ്പൊ നീനുമാണ് ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ വീഡിയോ എടുത്ത് തരുന്നത്. ഇതാണ് എന്റെ ലുക്ക്. നിങ്ങളത് കണ്ടിട്ട് ആരുടെങ്കിലും വല്ല സാമ്യം ഉണ്ടെങ്കിലും മുഖച്ഛായ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം. തോന്നില്ല ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അനീക്കാസ് മേക്ക് ഓവർ ആണ് പേജിന്റെ പേര്. അനീക്ക, ട്രിവാൻഡ്രം പൂവാറിലുള്ളത്. നമ്മള് റിസോർട്ടിന്റെ സ്റ്റേന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്തു. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഇതാ നിമിഷ നമ്മുടെ പറയൂ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ നിമിഷ എല്ലായിടത്തും കൊണ്ടുപോകത്തില്ല കേട്ടോ. നിമിഷ കൊണ്ടുപോകത്തില്ല. നിമിഷ അനീക്കിനെ കൊണ്ടുപോകില്ല. നിമിഷ ഒറ്റയ്ക്ക് പോകുള്ളൂ. അപ്പൊ സാരി ഡ്രൈപ്പിംഗ് ഹെയർ രണ്ടും ചെയ്തത് നമ്മൾ നിമിഷയാണ്. നല്ല പെട്ടെന്ന് ചെയ്തോളൂ. ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന്. നമ്മള് എനിക്ക് കുറച്ച് തിക്കുള്ള ഹെയർ, ഞാൻ പൊക്കി പറയല, എന്റെ കുറച്ച് തിക്കുള്ള ഹെയർ ആയും കൂടി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മേക്ക് ഓവർ ആണെങ്കിൽ കുഞ്ഞുമായിട്ടാ വന്നത്. 2 മാസമുള്ള കുഞ്ഞുമായിട്ടാ 3 മാസം കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച കാരണം നേരത്തും കാലത്തും വന്നു. രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് 2ാമത്തെ വർക്കല്ലേ ഇത് ഉള്ളത്. അപ്പൊ തിരുവനന്തപുരത്തിലല്ല നോക്കേണ്ടത്, കാരണം കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തത്. അനീക്കാസ് മേക്ക് ഓവർ നിങ്ങൾ പേജ് നോക്കുക. നല്ല അടിപൊളി മേക്കപ്പ് കുറേ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കാണാം. പിന്നെ ഞങ്ങളുടെ ഉണ്ടാവും. ഞാനും ലീനൊക്കെ ഇനി കുറച്ച് തന്നെ ഉണ്ടാവും. ഞങ്ങളൊക്കെ പിൻ ചെയ്തേക്കണേ. അപ്പൊ നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. നമ്മൾ തിരുവനന്തപുരത്ത് അല്ല എല്ലായിടത്തും പോകും. അപ്പൊ താങ്ക് യു കേട്ടോ. നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ലേറ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് കാരണം ഞങ്ങളാ ലേറ്റ് ആയത്. ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ ഐലൻഡിലേക്ക് എങ്ങനെയാ വന്നെന്നുള്ളത്. ഫുള്ള് ബോട്ടിൽ അങ്ങനെ ഇങ്ങനെ ഫുള്ള് ടെൻഷൻ ചെന്നത്. സാരി കൊടുത്തിട്ട് പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് സത്യം പറഞ്ഞാൽ. എനിക്ക് എല്ലായിടത്തും കുറെ പിന്നൊക്കെ കുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റേ ഷിഫോൺ സാരി ഉണ്ട് തന്നെ എനിക്കൊരു പേടിണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എവിടെ എല്ലാ സ്ഥലത്തും ഫുള്ള് പിന്നെ കുത്തി വന്നിട്ടുണ്ട്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഇനി ഒരു കാലം എടുത്ത് മതി. അപ്പൊ എന്തായാലും താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. പറഞ്ഞോ അതിന് ടെൻഷൻ ഉണ്ടോ? ചമഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞത്. വാട്ടർ പ്രൂഫ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ രാത്രി 8 മണിക്ക് ഇതാ പോവാണ്. എന്തോന്ന് കണ്ടറിയാം. എത്തും, ഡോണ്ട് വറി. സിബിൻ ആര്യന്റെ കല്യാണത്തിന്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞില്ലേ? ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞില്ലേ? അടിപൊളിയായില്ലേ? സുഷ്മിത സെൻ, സണ്ണി ലിയോൺ ആ ഫോട്ടോ അയച്ചാ പറഞ്ഞു. നോറ മസ്കാൻ, റസ്മിൻ ഭായ്, അസ്പര, നന്ദനാസി. വീഡിയോ എടുക്കുന്ന സായി. ഇവിടെ ഗബ്രി, സിജോ, ലിനു, പ്രവീൺ, പിന്നെ ഞാനും. നൈറ്റ് വൈബിൽ ഇതാ ഒരു കള്ളിയങ്കാട്ട് നീലി പോകുന്നുണ്ട്. മോൻ കണ്ടില്ലേ? കണ്ടോ? ഇരുട്ടത്താണ്. അപ്പൊ നമ്മൾ അടിപൊളി വൈബാണ്. ഞങ്ങൾ ഫുള്ള് മറ്റേ ബോട്ടിലൊക്കെയാണ് വന്ന്. പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു. നമ്മുടെ റിസോർട്ടിൽ നൈറ്റ് വൈബ്. ഇനി നാളെ നേരത്തെ 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് നേരത്തെ 4 മണിക്ക് എണീക്കണം. സമയം 11:56. നമ്മളിപ്പോ തന്നെ കിടക്കും. ഡോണ്ട് വറി. മേക്കപ്പ് 1 മണിക്കൂർ.